ഇന്ന് രാവിലെ 6 മണിക്കാണ് എഴുന്നേറ്റത്. പണിക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാ ദിവസവും ഈ സമയത്തിലാണ് എണീക്കുന്നത്. 8 മണിക്കാണ് പണി. മലയാളം ഡിഗ്രി കഴിഞ്ഞതിനാൽ ജോലി അന്വേഷിക്കാൻ കുറച്ച് പാടാണ്. പഠിത്തം കഴിഞ്ഞ് 5 മാസമായി. ജോലി നോക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്നും കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ആദ്യമൊക്കെ വീട്ടിൽ നിന്നും പൈസ വാങ്ങുമായിരുന്നു. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ പൈസ ചോദിക്കാൻ മടിയായി തുടങ്ങി. അതിനാൽ അത് കഴിഞ്ഞ് ഈ പണിക്ക് ചേർന്ന്. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ. സിമൻറ്റ് പണ്ട് എനിക്ക് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം അതിൽ തന്നെ. പണി രാവിലെ 8 മുതൽ 5 മണി വരെയാണ്. ഇതിനിടയ്ക്ക് 10 മണിക്ക് ചായയും 1 മണിക്ക് ഭക്ഷണവും 4 മണിക്കത്തെ ചായയും കിട്ടും. അതിനാൽ രാത്രിയിലത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. ദിവസം 800 രൂപ കിട്ടുകയും ചെയ്യും. ചെലവിക്ക് നടക്കുകയും ചെയ്യും. എൻ്റെ പേര് മനോജ്. വൈകി സ്കൂളിൽ ചേർത്തത് കൊണ്ട് ഡിഗ്രി കഴിഞ്ഞത് വൈകി തന്നെയാണ്. +2 കഴിഞ്ഞ് 1 വർഷത്തെ ഗ്യാപ്പും വന്നു. ഇപ്പോൾ പ്രായം 23 വയസ്സ്. അധികം പൊക്കമൊന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. ശരീരം പണിക്ക് പോകുന്നതിന് മുന്നേ വളരെ വണ്ണമില്ലാതിരുന്നതിനാൽ ഇപ്പോൾ പണിക്ക് വരുന്നതിന് അധികം വണ്ണമില്ലാതെ അത്യാവശ്യം ബോഡിയൊക്കെ കുറച്ച് സെറ്റാണ്. അങ്ങനെ എന്നത്തെയും പോലെ ഇന്നും ഞാൻ ബൈക്കെടുത്ത് പണി സൈറ്റിലേക്ക് പോയി. അവിടെ ഞാൻ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് ആ 9 പേരെയും. അതിൽ 6 പേര് ആണുങ്ങളും 3 പെണ്ണുങ്ങളുമാണ്. അതിൽ 4 പേര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരാൾ എന്നും വന്നു പോകുന്നതാണ്. എല്ലാവരും ദിവസവും പണിക്ക് വരുന്നത് കൊണ്ട് അധികം പ്രായം ആർക്കും തോന്നിക്കത്തില്ല. അങ്ങനെ അവരാരും വന്നിട്ടില്ല. ഇന്ന് ഞാൻ തന്നെയാണ് ആദ്യം. ഡ്രസ്സ് മാറ്റുവാൻ വേണ്ടി അവിടെയുള്ള റൂമിൽ ചെന്നപ്പോൾ ലൈല ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കയറി ചെന്നതും കണ്ണു തുടച്ച് ഇരിക്കുന്നതായാണ് കണ്ടത്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി ചേച്ചി, ഒരു ഉഷാറില്ലല്ലോ? കാര്യം ഒന്നിച്ച് പണിയുന്നതാണെങ്കിലും ചേച്ചി പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അധികം ആരോടും മിണ്ടാറില്ല. ബാക്കി 2 പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ കൂടെ വരികയുള്ളൂ. ചേച്ചിയും എന്നും നേരത്തെ തന്നെ പണിക്ക് വരുന്ന കൂട്ടത്തിലാണ്. എന്നെ കണ്ടതും ചെറുതായി ഒന്ന് ചിരിച്ചു. ഹേയ്, അത് ചുമ്മാ, പണി തുടങ്ങിയാൽ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അധികം മിണ്ടാത്ത കൂട്ടത്തിലുള്ളതിനാൽ ഞാനും അധികം മിണ്ടാൻ പോയില്ല. അവിടെ നിന്ന് ഡ്രസ്സ് മാറി ഞാൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷേ ചേച്ചിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ തിരിച്ച് കയറി ചെന്ന് എന്താണ് കാര്യം, എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ആദ്യം കുറേ ഒന്നുമില്ല, തോന്നലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഞാൻ വിട്ടില്ല. അവസാനം ചേച്ചി പറഞ്ഞു, വീട്ടിൽ ഒന്നും ശരിയല്ലടാ. ഞാൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ തോള് വരെ പൊക്കം, അത്യാവശ്യം വണ്ണം. പണ്ട് കല്യാണം കഴിച്ച് ഇവിടേക്ക് വന്നതാണ്. ഏകദേശം കല്യാണം കഴിഞ്ഞ് 21 വർഷം കഴിഞ്ഞ്. എന്നാൽ ഇപ്പോഴും മക്കളൊന്നും ഉണ്ടായിട്ടില്ല. 18 വയസ്സായതും വീട്ടുകാർ പിടിച്ച് ഒരു 32 വയസ്സുള്ള ആൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ചേച്ചിക്ക് 39 വയസ്സായി, ആൾക്ക് 53. ചേച്ചിക്ക് വലിയ പ്രായം തോന്നുന്നില്ല. കൂടിപ്പോയാൽ ഒരു 35 വയസ്സൊക്കെ തോന്നിക്കുകയുള്ളൂ. മക്കളില്ലാത്ത വിഷമം നന്നായിട്ടുണ്ട് ചേച്ചിക്ക്. ചേച്ചി പറഞ്ഞു തുടങ്ങി. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 4-5 വർഷം അധികം കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മക്കളുണ്ടാവാത്ത കാര്യം അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെയായത്. കാരണം ആൾക്ക് മുന്നേ കുടി ഉണ്ടായിരുന്നെങ്കിലും ഇതറിഞ്ഞപ്പോൾ തൊട്ട് കുടി കൂടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പണിക്ക് പോകുന്നത് നിന്നു. ഇപ്പോൾ ചേച്ചി പണിക്ക് പോയത് കൊണ്ടാണ് അവർ 2 പേരും കഴിയുന്നത്. എന്നും പണിയെടുത്ത് കിട്ടുന്നത് ആൾ കുടിക്കുവാൻ വേണ്ടി കൊണ്ടുപോകും. പിന്നെ രാത്രി കയറി വന്ന് ഒരു മുറിയിൽ കയറി കിടക്കും. അടുത്ത് ചെന്നാൽ തല്ലും എന്നൊക്കെ ചേച്ചി പറഞ്ഞു. ഞാൻ ചേച്ചിയോട് സാരമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ചേച്ചി പറഞ്ഞു, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ആർക്കും എൻ്റെ കാര്യം അറിയണ്ട, സാരമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ വന്ന ദേഷ്യത്തെ ഞാൻ പറഞ്ഞ്, ഞാൻ ഇന്ന് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയി വിടാം, കാര്യം എന്താണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. ചേച്ചി വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ തറപ്പിച്ച് പറഞ്ഞു, ഞാൻ ചേച്ചിയെ കൊണ്ടുപോകും. ശേഷം പുറത്തിറങ്ങി ബാക്കിയുള്ള കാര്യം ശരിയാക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും എത്തി. അങ്ങനെ പണി തുടങ്ങി. ചേച്ചി എന്നോടൊന്നും മിണ്ടാതെ പണി എടുത്തുകൊണ്ടിരുന്നു. സാധാരണ ചായ കുടിക്കുന്ന സമയത്താണെങ്കിലും മിണ്ടാറുള്ളതാണ്. അന്ന് ഇതുമില്ല. അങ്ങനെ 5 മണിയായപ്പോൾ പണി നിർത്തി ഞങ്ങൾ കയ്യും കാലും കഴുകി പോകുവാൻ തുടങ്ങി. അവർ എല്ലാവരും ഇറങ്ങി. ചേച്ചിക്ക് വീട്ടിലേക്ക് പോകുവാൻ താല്പര്യമില്ല എന്ന് മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാവും. ഞാൻ കഴുകി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ചേച്ചിയോട് പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ചേച്ചി വന്നതും ബൈക്കിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീടും കഴിഞ്ഞു പോകണം. ചേച്ചിയുടെ വീട്ടിലേക്ക് ഇത്രയും ദൂരം ചേച്ചി നടന്നാണ് രാവിലെ പണിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എത്ര രാവിലെ ഇറങ്ങിയാണ് ചേച്ചി പണിക്ക് വരുന്നത് എന്ന്. ഞാനിപ്പോൾ ചേച്ചിയോട് പറഞ്ഞ്, ഇനിയെന്നും ഞാൻ ചേച്ചിയെ പണിക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ചേച്ചി ഒന്നും മിണ്ടാതെ എൻ്റെ പുറകിലിരുന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ പൈസ ആൾ കുടിക്കാൻ കൊണ്ടുപോയി.
ഇന്നിനി വൈക്കേ വരില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ അത് കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്നു. വീടുകൾക്ക് ചുറ്റും അധികം വീടുകളൊന്നും തന്നെയില്ല. അകത്തേക്ക് കയറിയാണ് ചേച്ചിയുടെ വീട്. പതിയെ താക്കോലെടുത്ത് ചേച്ചി വീട് തുറന്ന് അകത്തു കയറി. പിന്നാലെ ഞാനും കയറി. വീട് മൊത്തം 4 മുറിയേ ഉള്ളൂ. 2 ബെഡ്റൂമും 1 ഹാളും 1 അടുക്കളയും. അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല ആ വീടിന്. ബാത്റൂം പുറത്താണ്. അപ്പോഴേക്കും സമയം 6 കഴിഞ്ഞിരുന്നു. ചേച്ചി കുളിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞു. ചേച്ചി പോയി തോർത്തും ഡ്രസ്സും എടുത്ത് കുളിക്കുവാൻ കയറി. ഞാൻ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നു. അവിടെ 2-3 ദിവസത്തേക്കുള്ള പച്ചക്കറിയും അരിയും ബാക്കിയുള്ള സാധനങ്ങൾ ചെറിയ അളവിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞതും ചേച്ചി കുളിച്ചു വന്നു. അപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ രൂപം ശ്രദ്ധിക്കുന്നത്. അധികം വണ്ണമില്ലാത്ത ശരീരം. അകത്ത് ഒന്നും ഇട്ടിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. നൈറ്റിയാണ് വേഷം. തലയിൽ തോർത്ത് കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഡ്രസ്സ് അലക്ക് കല്ലിൽ കൊണ്ട് ഇട്ട ശേഷം ചേച്ചി അടുക്കളയിൽ വന്ന് അലക്ക് സോപ്പ് എടുത്തുകൊണ്ട് പോയി തുണി അലക്കുവാൻ തുടങ്ങി. ഞാൻ വീടിന് ചുറ്റും നടന്നു ഈ സമയമാകുകയും. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് വന്ന് കുടിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ റൂമിൽ കയറി കിടന്നു. ചേച്ചി, ഞാൻ പോയാലോ? തടഞ്ഞു നിർത്തി വേണ്ട എന്ന് പറഞ്ഞു. ചേച്ചി എന്നോട് ഭക്ഷണം വീട്ടിൽ ചെന്നിട്ടാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അവിടെ ചെന്ന് ഭക്ഷണം വാങ്ങി വന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന്. നിനക്കുള്ള അരി കൂടി ഇട്ടിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുളിക്കണമെന്ന്. അപ്പോൾ ചേച്ചി മുടിയിൽ കെട്ടിയ തോർത്തയച്ച് എൻ്റെ കയ്യിൽ തന്നു. പോയി കുളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഞാൻ ഡ്രസ്സ് അയച്ച് തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ ചേച്ചിയുടെ മണം നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ അവിടെ നിന്നും കുളിച്ചിറങ്ങി വീട്ടിലേക്ക് കയറി ഡ്രസ്സ് ധരിച്ചു. അപ്പോൾ ചേച്ചി വന്ന്, ഇത് മുഷിഞ്ഞതല്ലേ, ഇത് ഇട്ടോ എന്ന് പറഞ്ഞ് ഒരു മുണ്ടെടുത്ത് തന്നു. നാളെ വരുമ്പോൾ കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുവാൻ വിളിക്കുവാൻ പോയി. ഈ സമയം അമ്മേ എന്ന് ചേച്ചിയുടെ ശബ്ദം കേട്ടു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി ചെന്നപ്പോൾ ചേച്ചി നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ആൾ ചേച്ചിയെ തൊഴിച്ച് നിലത്തിട്ടതാണ് എന്ന് മനസ്സിലായി. ആൾ ബോധമില്ലാതെ കിടക്കുകയാണ്. ഉറക്കത്തിൽ ചുമ്മാ ഓരോന്ന് പറയുന്നുമുണ്ട്. ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് പിടിച്ച് എണീപ്പിക്കാൻ നിന്നില്ല. നേരെ ചെന്ന് ചേച്ചിയെ വാരിയെടുത്തു മാറോട് ചേർത്ത് കൊണ്ടുപോയി. ചേച്ചി എതിർത്തൊന്നും പറഞ്ഞില്ല. ചേച്ചി ഒരു കൈകൊണ്ട് കണ്ണുകൾ രണ്ടും തുടച്ചു കൊണ്ടിരുന്നു. പയ്യെ ഞാൻ ചേച്ചിയെ അടുക്കളയുടെ തട്ടിൽ ഇരുത്തി കണ്ണ് തുടച്ചു കൊടുത്തു. മാർദ്ദവമുള്ള ആ കവിൾ പതിയെ ചുവന്നു വന്നു. ഞാൻ ഒരു പ്ലേറ്റിൽ ഭക്ഷണമെടുത്ത് ചേച്ചിക്ക് വാരി കൊടുത്തു. കൂടെ ഞാനും കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ചേച്ചി എന്നെ നോക്കി കരയുന്നുണ്ടായിരുന്നു. ഇടയിൽ ചേച്ചി എൻ്റെ ഷർട്ടിൽ പിടിച്ച് എൻ്റെ മാറോട് തല ചേർത്ത് കിടന്നു. ഞാൻ ചേച്ചിയുടെ തല അവിടെ നിന്നും മാറ്റി ഒരു കൊച്ചു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ചേച്ചിയെ കൊണ്ട് കഴിപ്പിച്ചു. അവിടെ നിന്നും ഇറങ്ങാൻ പോയ ചേച്ചിയെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി പാത്രങ്ങളെല്ലാം തന്നെ ഞാൻ കഴുകി. അപ്പോഴേക്കും സമയം ഏകദേശം 9 മണിയായിരുന്നു. ഇന്ന് ശനി ആയതിനാൽ നാളെ പണിയില്ല. അതിനാൽ ഇന്ന് നന്നായി കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങുകയാണ് എന്ന് ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി ചെറിയ ചിരിയോടെ, കണ്ടോ, നീയും എന്നെ ഇട്ടിട്ട് പോവുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്, പണിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ തന്നെ നിൽക്കുവാൻ പോവുകയാണ്. ചേച്ചി മറുത്ത് ഒന്നും പറഞ്ഞില്ല. അവിടെ തിണ്ടിലിരുന്ന് എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു. പുറത്ത് മഴ കനത്തു. നല്ല ശബ്ദം. ഞാൻ ഇന്ന് പോകണ്ടല്ലോ എന്ന് ചേച്ചിയുടെ ചെവിയിൽ ചോദിച്ചു. ചേച്ചി തല എൻ്റെ നെഞ്ചിലൊഴിച്ചു വേണ്ട എന്ന് പറഞ്ഞു. ചേച്ചി എന്നെയും കൊണ്ട് മറ്റൊരു റൂമിലേക്ക് നടന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് 2 പേർക്കും അറിയാമായിരുന്നു. പക്ഷേ മൗനം ഞങ്ങളെ തളം കെട്ടി നിന്നു. ആ യാത്രയുടെ യാമത്തിൽ ഞങ്ങൾ ഒന്നായി പരസ്പരം ഇഴുകിച്ചേർന്നു. സമയം കടന്നുപോയി. ഞാൻ ചേച്ചിയെ വിട്ട് പോവില്ല. ഇനി മുതൽ ഞാൻ ചേച്ചിയുടെ ഭർത്താവിനെ പോലെയല്ല. ഞാനാണ് ഇനി മുതൽ എൻ്റെ ലൈലയുടെ ഭർത്താവ്, കേട്ടോ. ചേച്ചി എന്നെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്ന് മൂളി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു.